പാർട്ടി സ്വന്തം അസ്തിത്വം കളഞ്ഞുകുളിക്കുകയാണെന്ന് CPI സംസ്ഥാന കൗൺസിലിൽ വിമർശനം. സ്വജനപക്ഷപാതവും സ്തുതിപാഠകരുടെ ആധിക്യവും പാർട്ടിയെ നശിപ്പിക്കുകയാണ്. നേതൃത്വത്തിന്റെ ശേഷിയില്ലായ്മ പാർട്ടിയെ ബാധിക്കുന്നതായും കൗൺസിൽ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ദേശീയ കൗൺസിൽ തയ്യാറാക്കിയ രാഷ്ട്രീയ പ്രമേയമായിരുന്നു CPI സംസ്ഥാന കൗൺസിലിലെ ഇന്നത്തെ ചർച്ച. എന്നാൽ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരായ വിമർശനമാണ് ചർച്ചയിൽ അലയടിച്ചത്. ഇടതുപക്ഷമെന്നാൽ CPIM എന്നല്ല അർത്ഥം. CPI സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുളിക്കുകയാണ്. സ്വജനപക്ഷപാതവും സ്തുതിപാഠകരുടെ ആധിക്യവും പാർട്ടിയെ നശിപ്പിക്കുകയാണെന്നും കൗൺസിൽ അംഗം അജിത് കൊളാടി വിമർശിച്ചു. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാരത് മാതാ കി ജയ് വിളിയെയും അജിത് കൊളാടി വിമർശിച്ചു. പരമ്പരാഗത രീതികളിൽ നിന്ന് പാർട്ടി മാറണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. കൊല്ലത്തു നിന്നുള്ള R. വിജയകുമാറാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നേതൃത്വത്തിന്റെ ശേഷിയില്ലായ്മ പാർട്ടിയെ ബാധിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാറും ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ രംഗത്ത് വന്നു. ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. BJP സർക്കാരിനെതിരെ തുടർച്ചയായി സമരങ്ങൾ നടത്താൻ കഴിയണം. നേതൃത്വം തീർത്തും ദുർബലമാണെന്നും VS സുനിൽകുമാർ വിമർശിച്ചു. സംസ്ഥാന സെക്രട്ടറി പൊതുവേദികളിൽ ക്ഷുഭിതനാകുന്നതിനെയും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ബിനോയ് വിശ്വം വിമർശനങ്ങളെ തൊട്ടതേയില്ല. ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം നെഹ്റു വിളിച്ചതാണെന്ന് മാത്രമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇതിനെ അജിത് കൊളാടി എതിർത്തപ്പോൾ ഇത് രാഷ്ട്രീയ പ്രമേയ ചർച്ചയിലല്ല പറയേണ്ടതെന്നായിരുന്നു ബിനോയിയുടെ മറുപടി. ഇവിടെയല്ലെങ്കിൽ എവിടെയാണ് ഇതൊക്കെ പറയേണ്ടതെന്ന് ചോദിച്ച് അജിത് കൊളാടി എഴുന്നേറ്റതോടെ തർക്കത്തിനില്ലെന്ന് പറഞ്ഞ് ബിനോയ് വിശ്വം മറുപടി അവസാനിപ്പിച്ചു. നേതൃത്വത്തെ വിമർശിച്ച നാട്ടിക MLA CC മുകുന്ദനെ ഇന്ന് പാർട്ടി ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പാർട്ടിക്ക് വഴങ്ങുന്നുവെന്നാണ് മുകുന്ദന്റെ പുതിയ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന. എൻ്റെ പാർട്ടിയിലെ CPI വ്യത്യാസമായിട്ടൊന്നും പറയാനില്ലല്ലോ. അതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. എൻ്റെ പാർട്ടി പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഞാൻ നടപ്പിലാക്കുന്ന എൻ്റെ പണി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. പാർട്ടിയെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അതെന്നെ എൻ്റെ പാർട്ടിയാണ്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.